ദുരന്തത്തിനു ശേഷം മുണ്ടക്കൈ ചൂരൽമല ജനങ്ങൾ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തി. ചൂരൽമലയിൽ 2 ഇടങ്ങളിലാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയത്. പരസ്പരം കാണുവാനും സ്നേഹം പങ്കുവയ്ക്കാനുമുള്ള വേദി കൂടിയായിരുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പ്. ദുരന്തമുഖത്തു നിന്നും എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലേക്കും അവിടെ നിന്നും വാടക വീടുകളിലേക്കും വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസമാക്കിയവർ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല നിവാസികൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് ആഘോഷമായിരുന്നു. ഇന്ന് ബൂത്തിലെത്തുമ്പോൾ പണ്ട് സജീവമായി ബൂത്തുകളിൽ ഓടി നടന്നിരുന്ന പല മുഖങ്ങളും മറഞ്ഞുപോയതിന്റെ വേദനയിലാണ് റഷീദും ഷൈജ ബേബിയുമൊക്കെ. ചൂരൽമലയിൽ ബാക്കി ജീവിതം, ശേഷം മുണ്ടക്കയിൽ. ഇതാണ് എൻ്റെ ഒരു ജീവിതം. എൻ്റെ ഈ വയസ്സിനിടയിലുള്ള ജീവിതം എന്ന് പറയുന്നത് അട്ടമറ, ചൂരൽമല, മുണ്ടക്കൈ തന്നെയാണ്. നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മളെ കൂടെ ഉണ്ടായ ഭൂരിഭാഗം ആളുകൾ ഇല്ലാതായി എന്നുള്ളതാണ്. ബൂത്തിൽ കയറിയപ്പോൾ ഏറെ സങ്കടപ്പെടുത്തിയൊരു കാര്യം, നേരത്തെ ഉണ്ടായ സുബ്രഹ്മണ്യൻ, സലീം ക, സിറാജ് ഉൾപ്പെടെയുള്ള ആളുകളെ ആ ബൂത്തിൽ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. അതെടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. നേരത്തെ ഇവിടുത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഉത്സവമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെ ഇടയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊന്നും ഇല്ലാത്തൊരു ഇലക്ഷനായി മാറി എന്നുള്ളതും സങ്കടകരമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന കഴിഞ്ഞ കാലത്തെ 1.5 കൊല്ലമായിട്ട് ദുരന്തം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ സർക്കാർ പൂർണ്ണമായിട്ടും ഈ ജനതയെ കൂടെ നിർത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും പൂർണ്ണമായ സപ്പോർട്ട് ചെയ്തിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിവിധയിടങ്ങളിൽ താമസിക്കുന്നവരെ വോട്ട് വണ്ടികളിലായാണ് നൂറുൽ ഇസ്ലാം മദ്രസ സ്കൂളിലും സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാരിഷ് ഹാളിലും എത്തിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ വിമൽരാജ് വെള്ള ജമന്തി പൂക്കൾ നൽകി അവരെ വരവേറ്റു. പരസ്പരം കണ്ടുമുട്ടിയവർ സന്തോഷ കണ്ണീരോടെ കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കുവച്ച കാഴ്ച ഹൃദയസ്പർശിയായി. അവർക്കിത് വോട്ട് മാത്രമായിരുന്നില്ല, പഴയ ഓർമ്മകളുടെ പങ്കുവയ്ക്കലും കൂടിച്ചേരലും കൂടിയായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.